റിയാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിയ. ഇന്ന് ഞാൻ ഒരു ട്രാവൽ വ്ലോഗോ ഡാൻസ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇന്നൊരു കുക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചിക്കൻ കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ അതൊന്നുമല്ല. ഇന്നൊരു ചെറിയ 4 മണി പലഹാരമാണ്. നമ്മൾ സ്കൂളൊക്കെ വിട്ടിട്ട് വരുമ്പോൾ അമ്മ പണ്ട് നമ്മുടെ അമ്മമാർ ചായയുടെ കൂടെ നല്ല അരിയുണ്ട ഉണ്ടാക്കി തരുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അതിന് അരിയുണ്ട എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് അറിയില്ല. ഞങ്ങൾ അരിപ്പൊടി അരിയുണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അത് എന്തായാലും ഇന്നിവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് കാര്യം പറയാനുള്ളത്, എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഡാൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണുമ്പോൾ ചിലപ്പം കേൾക്കാൻ പറ്റില്ല. 2-3 കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മ്യൂട്ടാണല്ലോ എന്നുള്ളത്. അത് എനിക്ക് യൂട്യൂബിൽ ചെറിയൊരു ഇഷ്യൂ വന്നതുകൊണ്ട് ഇങ്ങനത്തെ സോങ് ഇടാൻ പാടില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ മ്യൂട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഡാൻസ് വീഡിയോ ചെയ്യണമെങ്കിൽ എനിക്ക് ഇതെല്ലാം ക്ലിയർ ആക്കി ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാനൊരു ഡാൻസ് വീഡിയോ ചെയ്യുള്ളൂ. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, കുറേ സോങ് പലരും അയച്ചു തന്നിട്ടുണ്ട് അതിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാനിവിടെ അരി 1 കിലോ ആണ് എടുത്തത്. ശർക്കര 1 കിലോ എടുത്തിട്ടുണ്ട്. തേങ്ങ, ചിരകിയ തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി എല്ലാം പൊടിച്ചെടുത്ത ഇതുപോലെ എല്ലാ അരിപ്പൊടിയും പൊടിച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പം ഉരുട്ടാണ്, ഉണ്ടകളാക്കിയിട്ട് വെക്കണം. ചില ആളുകൾ ഇത് പിന്നെ പൊടിയായിട്ട് അങ്ങനെ കഴിക്കും. ഞങ്ങൾ അധികവും ഇത് ഉരുട്ടി വെക്കുകയാണ് ചെയ്യാറ്. ശരിക്കും ഇതിൻ്റെ കൂടെ നല്ല ചുടുചായയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചുടു ചായയും അരിയുണ്ടയും. അപ്പോൾ ഏകദേശം അരിയുണ്ട ഉരുട്ടി കഴിയാറായി. അരിയുണ്ട റെഡി ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരിയുണ്ട റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.